പ്രൈസ് ദി ലോർഡ്. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമാകെ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആലോചന കൊടുക്കുവാനും ഈ അതിരാവിലെ സമയത്ത് അടിയന് നീ ജീവനും ബലനും ദീർഘായുസ് തന്നെ എഴുന്നേൽപ്പിച്ചനായി സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നിൻ്റെ കരങ്ങളെ കൊണ്ടുവരികയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു എന്നോട് കൂടെ ഈ പ്രാർത്ഥന താല്പര്യത്തോട് ഏറ്റെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന അത്ര കുഞ്ഞുങ്ങളെയും ഒരു പ്രാവശ്യം കൂടി അപ്പച്ച നിൻ്റെ പാദത്തിൽ ഞാൻ കൊണ്ടുവരികയാണ്. അവരെ നീ അനുഗ്രഹിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത്, അവരുടെ കണ്ണുനീരിൻ്റെ മുഖത്ത്, വേദനയുടെ മുഖത്ത്, അവരനുഭവിക്കുന്ന സകല പ്രയാസങ്ങളുടെ മുഖത്ത്, ഉപദ്രവത്തിൻ്റെ മുഖത്ത്, രോഗങ്ങളോ വ്യാധികളോ മരണഭയമോ പട്ടിണിയോ കഷ്ടമോ നഷ്ടമോ ഏത് നാശമോ ഏതായിരുന്നാലും അതിൻ്റെ മധ്യ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം കൂടിയിരിക്കണം, അനുഗ്രഹത്തിൻ്റെ കരം കൂടിയിരിക്കണം. കർത്താവെ, മുറിവെ പൊറിപ്പിക്കുന്ന കരം കൂടിയിരിക്കണം, കണ്ണുനീരെ തുടയ്ക്കുന്ന കരം കൂടിയിരിക്കണം. കർത്താവെ, വിടുതലിൻ്റെ കരം നിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ മുഴുവനും, ഇന്ന് രാത്രി മുഴുവനും 24 മണിക്കൂറും എൻ്റെ കുഞ്ഞുങ്ങൾ രാത്രിയും പകലും ഓരനർത്ഥത്തിനും കുഞ്ഞുങ്ങൾ പാത്രമാകരുത്. ഒരാപത്ത് വരരുതേ, കഷ്ടം വരരുതേ, കണ്ണുനീര് വരരുതേ. ഒരുത്തരും തകരുവാൻ, നശിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, ദൈവകൃപയെ വിട്ട് അകന്നു പോകുവാൻ, ദൈവസ്നേഹത്തെ വിട്ട് പുറമോട്ട് പോകുവാൻ, പാപത്തിലോ ശാപത്തിലോ അവൻ വിരിക്കുന്ന കുഴിയിലോ വിരിക്കുന്ന വലയിലോ കുഴിക്കുന്ന കുഴിയിലോ അവൻ്റെ കണ്ണിയിലോ ഒരുത്തരും വീഴാതെ വണ്ണം നീ കാക്കണം, സൂക്ഷിക്കണം, വിടുവിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെയും പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തർക്കൊരാപത്ത് വരുവാൻ ദൈവം സമ്മതിക്കരുതേ. ദൈവകൃപ, ദൈവത്തിൻ്റെ ദയവ്, ദൈവത്തിൻ്റെ ദിവ്യശക്തി എൻ്റെ മക്കളുടെ കൂടെ കാണുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തൃപ്പാദത്തിൽ കൊണ്ടുവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപയും ശക്തിയും ബലനും അടിയന് തരണം. എൻ്റെ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. അതിനെ താഴ്ത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിൻ്റെ പൊതുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. MAG ഹോസ്പിറ്റൽ വൈസ് മൂലം ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കിയ സന്ദർഭത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തി. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച് 1245 ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10, 11 ഇങ്ങനെല്ലാം ധ്യാനിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇന്ന് അതിൻ്റെ 12ാമത്തെ വാക്യമാണ് ദൈവം നമുക്ക് തരുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:12. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവൻ നാസ്തിത്വം ഇല്ലായ്മയും പോലെ ആകും. ഈ 2 വാക്ക് നിങ്ങൾ അല്പമായി സ്വല്പമായി നിങ്ങൾ എടുക്കരുത്. ഇതിനകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ട്. ദൈവം എത്രമാത്രം വിശ്വസ്തൻ, എത്രമാത്രം നല്ലവൻ, തന്നെ നോക്കി വിളിച്ചപേക്ഷിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ദൈവം എത്രമാത്രം മതിയായവൻ എന്നുള്ളതാണ് ഈ വാക്യം നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മുടെ ദൈവം ഒരു സാധാരണ ദൈവമായി നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഒരു സാധാരണ ദൈവത്തിൻ്റെ കൂടെ നമ്മുടെ ദൈവത്തെ കൊണ്ട് വയ്ക്കരുത്. ആ സാധാരണ ദൈവത്തിൻ്റെ സ്ഥാനമല്ല നമ്മുടെ ദൈവത്തിൻ്റെ സ്ഥാനം. നമ്മുടെ ദൈവത്തിൻ്റെ സ്ഥാനം ഭയങ്കരമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴമോ അതിൻ്റെ അകലമോ നീളമോ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ആഴമേറിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഈ ലോകത്തിലൊരു മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ അവൻ ഏതെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം, നമ്മൾ തകരരുത്, നമ്മൾ നശിക്കരുത്, നമ്മൾ തകർന്നു പോകരുത്, നമ്മുടെ ശത്രുവിന് നമ്മൾ ഇരയായി മാറരുത്. ദൈവത്തിൻ്റെ നാമം നമ്മളിലൂടെ ദൂഷിക്കരുത്. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കണം. ദൈവം ജീവനുള്ള ദൈവം എന്നത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം എന്നെയും നിങ്ങളെയും വേർതിരിച്ചെടുത്തിരിക്കുന്നത്. ആ പാപച്ചേറ്റിൽ നമ്മളെ വലിച്ചെടുത്തു. സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു വിഗ്രഹ ആരാധനകളുടെ കൊടിയ പാപത്തിൽ നിന്നും ദൈവം നമ്മളെ എന്തിനു വേണ്ടി വേർതിരിച്ചു? നമ്മളെ കാക്കുവാനും നമ്മളെ സൂക്ഷിക്കുവാനും നമ്മളെ പരിപാലിക്കുവാനും പ്രാപ്തിയുള്ള ദൈവമാണ് എന്നെയും നിങ്ങളെയും വേർതിരിച്ചിരിക്കുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്തുവാൻ മതിയായവനാണ്. ആ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് മതി. ആ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ ദൈവം നിങ്ങളെ നടത്തും. ആ ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയോ കൈവിടുകയോ തള്ളിക്കളയോ ചെയ്യത്തില്ല. ആ ദൈവത്തിൽ മാത്രം നിലച്ചു നിൽക്കുക, ആശ്രയിക്കുക, ബലപ്പെടുക. ദൈവം നിങ്ങളെ ഒരു കാലത്തും ഉപേക്ഷിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങൾ നാണിക്കത്തില്ല, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. വലിയ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ പരിപാലനം, ആ ദൈവത്തിൻ്റെ കാവൽ, ആ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് സാധാരണമായിട്ടുള്ളതല്ല. ദൈവം സർവശക്തനാണ്. ഒരു ദുഷ്ടനും നിങ്ങളെ തൊടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല.
ഒരു ദുഷ്ടനും നിങ്ങളെ നശിപ്പിക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഒരു ദുഷ്ടനും നിങ്ങളുടെ അരികത്തോട്ട് വരാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ്റെ കയ്യിൽ അതേ ഒരു ബൊമ്മ മാതിരി നമ്മളെ കൊടുത്തിട്ട് രസിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ്റെ തലയെ തകർത്ത് അവനെ ഇല്ലായ്മയാക്കി അവനെ നശിപ്പിച്ച് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നിങ്ങൾ വിളിക്കുക, ആ ദൈവത്തെ അപേക്ഷിക്കുക, ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക, അവൻ്റെ ന്യായങ്ങൾ അനുസരിക്കുക, അവൻ്റെ ചട്ടങ്ങൾ അനുസരിക്കുക. അങ്ങനെ കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ കർത്താവ് ഒരു കാലത്തും ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല, നിങ്ങൾ ലജ്ജിക്കത്തില്ല, നിങ്ങൾ നാണിച്ചു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല. ഓക്കെ, നമുക്കൊരു വാക്യം വായിക്കാം. അവിടെ എന്തോ എഴുതിയിരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവം പറയുന്നത്, നിന്നോട് പോരാടുന്നവനെ നീ അന്വേഷിക്കും, കാണുകയില്ലതാണ്. നിങ്ങൾ പല രീതിയിൽ നിങ്ങൾക്ക് അവിടെ പോരാട്ടങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിൽ നിങ്ങൾക്ക് ആപത്ത് ചെയ്യുന്ന ആൾക്കാർ കാണും. നിങ്ങളൊരു പോരാട്ടത്തിനും പോകുന്നില്ല, ഒരു വഴക്കിനും പോകുന്നില്ല, ഒരു മല്ലിനും പോകുന്നില്ല, എങ്കിലും നിങ്ങളോട് പോരാടുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ പറയുന്നത്, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാണ്. അഡ്രസ് ഇല്ലാതെ പോവുക, കാണുക. ഇതെല്ലാം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നെല്ലാം അതിൻ്റെ തുടർന്നുള്ള നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം, നിങ്ങൾ ബലപ്പെടണം. അവനെ കണ്ട് നിങ്ങൾ പരിഭ്രമിക്കരുത്, പേടിക്കരുത്. അവൻ്റെ അകത്തിരിക്കുന്നതിനേക്കാളും വലിയവനാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ. ഈ ലോകത്തിരിക്കുന്ന എല്ലാവരെക്കാട്ടിലും വലിയവനാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ. ആ ദൈവമാണ് നിങ്ങളെ കൈപിടിച്ചിരിക്കുന്നത്. ആ ദൈവമാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ആ ദൈവം പറയും, നിന്നോട് പോരാടുന്നവനെ നീ അന്വേഷിക്കും, കാണുകയില്ലതാണ്. നിന്നോട് യുദ്ധം ചെയ്യുന്നവൻ നാസ്തിത്വം ഇല്ലായ്മയും പോലെ ആകും. അവൻ ഒരു അഡ്രസ്സുമില്ലാതെ നശിച്ചു പോകുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ പേടിക്കരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്. നിങ്ങൾ ഒന്നുകൊണ്ടും തകർന്നു പോകുവാൻ, തരിപ്പണമാകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊന്ന് പറയട്ടെ, പല രീതിയിൽ ഇപ്പം നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്ന്, ഫൈനാൻഷ്യൽ പ്രോബ്ലം. രണ്ടത്, ഫാമിലി പ്രോബ്ലം. ഇന്ന് ഒത്തിരി കുടുംബങ്ങളിൽ ഫാമിലി പ്രോബ്ലമാണ്. ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല, മരുമക്കൾ ശരിയായിട്ടില്ല, കൊച്ചുമക്കൾ അനുസരിക്കുന്നില്ല. ഒത്തിരി വല്യപ്പന്മാർ വല്യപ്പച്ചന്മാരെല്ലാം കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിൽ അവർക്ക് സന്തോഷമില്ല, ഒരു വിധത്തിൽ അവർക്ക് സമാധാനമില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അനേക ഭവനങ്ങളിൽ നമ്മൾ കാണുന്നു. ഇന്നലെ ന്യൂസിലൊരു സംഭവം ഞാൻ കണ്ടു. 90 വയസ്സുള്ള ഒരു മനുഷ്യൻ തൻ്റെ വൈഫിന് ഇങ്ങനെ പനമരത്തിൽ കയറി ഇങ്ങനെ ജോലി ചെയ്താണ് അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. 4 കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തി, 2 പെൺപിള്ളേർ 2 ആമ്പിള്ളേരെ പെറ്റു വളർത്തി പഠിപ്പിച്ചു. എങ്ങനെ? ഈ പനമരത്തിൽ കയറിയിട്ട്, മരത്തിൽ കയറി ഇങ്ങനെ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ട്, കൂലിവേല ചെയ്ത് സമ്പാദിച്ച് ആ കുഞ്ഞുങ്ങളെ പുലർത്തി പഠിപ്പിച്ചു, വിവാഹം നടത്തി കൊടുത്തു. നല്ല സ്ഥാനത്ത് 4 പേരെയും 4 രീതിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവരിപ്പോൾ വയസ്സായി, പുള്ളിക്കിപ്പോൾ കണ്ണും കാണുന്നില്ല, മരത്തിലും കയറാൻ വയ്യ, ജോലിക്കും പോകാൻ വയ്യ. ആ സമയത്തല്ല സ്വന്തം ഭാര്യയ്ക്ക് കഞ്ഞി കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ നിവർത്തിയില്ല. തൻ്റെ ഭാര്യ രോഗിയായി കടന്നു, ശരീരം മുഴുവനും വ്രണങ്ങളായി, നാറ്റം വീസാൻ തുടങ്ങി. ആ വേദനയിൽ കടന്നുകൊണ്ട് തൻ്റെ ഭാര്യ ഇങ്ങനെ അലറുക. രക്ഷപ്പെടുത്താൻ ആരുമില്ല, മക്കളില്ല, മരുമക്കളില്ല, കൊച്ചുമക്കളില്ല, എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. ആ സമയത്ത് തൻ്റെ ഭാര്യയെ ആഹാരം കൊടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തുവാൻ ഒരു വഴിയുമില്ലാതെ ആ കണ്ണ് കാണാതെ ആ 90 വയസ്സുള്ള മനുഷ്യൻ എന്തെന്നറിയാമോ, വന്ന് എങ്ങനോ തേടി ഒരു പിച്ചാത്തി എടുത്ത് ആ തള്ളയുടെ കഴുത്തറുത്ത് അതിനെ കൊന്നുകളഞ്ഞു. എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ല. അപ്പൊ കുഞ്ഞുങ്ങളെ പെറ്റുവളർത്തി എന്ത് പ്രയോജനം? കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് എന്തോ ലാഭം? അപ്പനും അമ്മയും ഇങ്ങനെ എന്തുമാത്രം കുടുംബത്തിലെന്നറിയാം പട്ടിണി കിടന്ന് ചാകുന്നത്. അന്വേഷിക്കാൻ ആരുമില്ല, ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാൻ ആരുമില്ല, തുണി മേടിച്ചു കൊടുക്കാൻ ആരുമില്ല. അപ്പൊ അവരുടെ ഹൃദയം എത്രമാത്രം വേദനിക്കുമെന്നറിയാം. ഈ തകർച്ച കാണാൻ വേണ്ടി ഒത്തിരി പേരുണ്ട് ഈ ലോകത്തിൽ. ഈ തകർച്ച കണ്ട് രസിക്കാൻ വേണ്ടി അപ്പനെ നോക്കരുത്, അമ്മയെ നോക്കരുത്, നീ അവർ കൊടുക്കരുത്. നിന്റെ അപ്പൻ അങ്ങനാ, നിന്റെ അമ്മ ഇങ്ങനാ, അല്ലെ നിന്റെ ഭാര്യ ഇങ്ങനാ, അവളെ നീ സ്നേഹിക്കരുത്, നിന്റെ ഭർത്താവ് ഇങ്ങനാ, കള്ളനാണ്, അവൻ്റെ കൂടെ നീ താമസിക്കരുത്. ഇങ്ങനെ നമ്മുടെ ഭവനങ്ങളെ തകർക്കുവാൻ, കുടുംബങ്ങളെ പിരിക്കുവാൻ, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ, മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കുള്ള ദൈവസ്നേഹത്തെ ഉടച്ച് തകർത്ത് അതെ പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റോഡിലിട്ടുകൊണ്ട് ചിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവരെക്കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്, വേറെ ആരെയും കുറിച്ചല്ല. നീ ജോലി ചെയ്യുന്നിടത്ത് നീ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് നീ ജോലി ചെയ്യും, പക്ഷേ നിന്റെ കുറ്റങ്ങൾ പോയി മറ്റിടത്തിലും അധികാരത്തിൽ പറഞ്ഞ് എങ്ങനെങ്കിലും നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി ആ ജോലിയിൽ നിന്ന് വേരോടെ പറിച്ചെറിയാൻ വേണ്ടിയുള്ള കൂട്ടം അതിനകത്തുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, അവിടെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്.
നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു, ദൈവവേല ചെയ്യുന്നു, അവിടെ നിങ്ങൾക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. ദൈവസഭയിലെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഒത്തിരി പേര് നിങ്ങൾക്ക് പല രീതിയിലുണ്ട്. പക്ഷേ അവരെ കുറിച്ചാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, വേറെ ആരെയും കുറിച്ച് പറഞ്ഞില്ല. നിന്നോട് പോരാടുന്നവൻ അനുദിനം നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുക, അനുദിനം നിന്നെ തകർത്തോണ്ടിരിക്കുക, നിന്നെ നശിപ്പിച്ചോണ്ടിരിക്കുക. നിന്നോട് പോരാടുന്നവനെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. അവർ അഡ്രസ് ഇല്ലാതെ പോകും. അടുത്ത് പറയുന്നത്, നിന്നോട് യുദ്ധം ചെയ്യുന്നവൻ നാശിഷ്ടവും ഇല്ലായ്മയും പോലെ ആകും, തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ഞാൻ ഈ 2-3 ദിവസമായിട്ട് ഇതാ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ വിടരുത്, വചനം വിടരുത്, നിങ്ങളെ വിളിച്ചവനെ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ അവസാനത്തുള്ള രക്തവും ചിന്തുന്ന ദൈവത്തെ നിങ്ങൾ നിന്ദിക്കരുത്, കൈവിടരുത്, ഉപേക്ഷിക്കരുത്. ആ ദൈവമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, എനിക്കെല്ലാ പ്രാപ്തിയുണ്ട്, എനിക്ക് പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല സ്റ്റൈലുണ്ട്, നല്ല സാമർഥ്യമുണ്ട്, നല്ല കൈകാലുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും. ഇല്ല, ദൈവമില്ലാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആ ചിന്തയിലേക്ക് നിങ്ങൾ വരിക. എന്നെ ഇത്രത്തോളം ഗുണം ദൈവമാണ്, ഇനി എന്നെ കൊണ്ടുപോകേണ്ട നടത്തുന്ന ദൈവമാണ്, ആ ദൈവം എന്നെ പരിപാലിക്കണം, ആ ദൈവമില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ആ തീരുമാനത്തിൽ വന്നെങ്കിൽ മാത്രമേ ദൈവം നിങ്ങളെ രക്ഷിക്കത്തുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ 1245 ദിവസം ഒരു പ്രാവശ്യം കൂടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ആലോചന കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ ഒരു ഭാഗ്യം തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽ എന്നോടുകൂടെ രാവിലെ സമയത്ത് പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും കേരളത്തിലോ ഇന്ത്യക്കുള്ളിൽ എവിടെ ഇരുന്നാലും അവരെ കർത്താവ് അനുഗ്രഹിക്കണം. രോഗങ്ങളായിരിക്കും, പ്രയാസങ്ങളായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, ഇതേപോലെ അനേകരുടെ ശത്രുക്കളുടെ അതേകത്തെ ഉപദ്രവങ്ങളായിരിക്കും. കുഞ്ഞുങ്ങൾ നിൽക്കപ്പുറതിയില്ല, ജീവിക്കാൻ വയ്യ, എങ്ങോട്ടും പോകാൻ വയ്യ, കുറ്റങ്ങളും കർത്താവെ ദൂഷണങ്ങളും പറഞ്ഞ് കുഞ്ഞുങ്ങളെ മുറിവേൽപ്പിക്കായിരിക്കും. എതെടുത്താലും നഷ്ടമായിരിക്കും, എങ്ങോട്ട് പോയാലും സമാധാനമില്ല, സന്തോഷമില്ല. എന്തിനും ജീവിക്കണം, അങ്ങ് മരിച്ചു പോയാൽ മതി എന്നും പറഞ്ഞ് ആത്മഹത്യന് വേണ്ടി ഒരുങ്ങുന്നവർ കാണുമായിരിക്കും. കർത്താവേ, അവരെല്ലാം ഓർത്ത് നിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ, ആത്മഹത്യന് വേണ്ടി നയിക്കുന്ന, അല്ല ജീവനെ നശിപ്പിക്കാൻ നോക്കുന്ന, കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന, വിളക്കെ ഊതിക്കെടുത്താൻ നോക്കുന്ന, നിന്റെ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിനകത്ത് മണ്ണ് വാരി ഇടാൻ നോക്കുന്ന എല്ലാ ദുഷ്ടന്റെ ചതികളും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ അതില്ലാതെ നശിച്ചു പോകണം. ഈ വചനം എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ ആകണമെന്ന് യേശുവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ കാരണമില്ലാതെ ദുഃഖപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന, കർത്താവേ തൻ്റെ ഉള്ളങ്ങളെ മുറിവേൽപ്പിച്ച് തകർക്കുന്ന, താൻ ചെയ്യാത്ത കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞ് തന്നെ നശിപ്പിക്കാൻ നോക്കുന്ന, തൻ്റെ കർത്താവേ ഭവനത്തെ ഇല്ലാതാക്കാൻ നോക്കുന്ന, തൻ്റെ വിദ്യാഭ്യാസത്തെ തകർക്കാൻ നോക്കുന്ന, തൻ്റെ ജോലിയെ തകർക്കാൻ നോക്കുന്ന, തൻ്റെ ഭാവി ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന, തൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന, തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പറിച്ചെടുത്ത് തൻ്റെ പക്കമായി കൊണ്ടുപോകാൻ നോക്കുന്ന എല്ലാ ദുഷ്ടന്റെ എല്ലാ ചതികളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ കർത്താവേ നീ സഹായിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. 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 നിന്റെ മഹത്വമേറിയ ആ വിലയേറപ്പെട്ട കരം ഇപ്പോൾ തന്നെ അവിടെ ചലിക്കുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. ദൈവം മഹത്വമുള്ളവൻ, ദൈവം ജീവിക്കുന്നവൻ, ദൈവം നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ഞങ്ങൾക്ക് വേണ്ടി വഴക്കാടുന്നു, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തീർക്കുവാൻ ശക്തിയും പ്രാപ്തിയുമുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവയുടെ കമ്പനികൾ, അവരുടെ തൊഴിലുകൾ, ഉദ്യോഗങ്ങൾ, അവരുടെ കർത്താവെ കൃഷി കാര്യങ്ങൾ, അവരുടെ ഭവനങ്ങൾ, അവിടെ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ വെച്ച ദൈവവേല ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകൾ, ദൈവസഭകൾ, കുടുംബങ്ങളെ തകർത്തോണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ ചതികളും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പൊ തന്നെ തകരണം. അത് കാണാതെ പോകണം. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ആനന്ദമായിരിക്കണം. ഒരുത്തരും ദൈവസ്നേഹത്തോട്ട് പുറമോട്ട് പോകരുത്, വചനം വിട്ട് പുറമോട്ട് പോകരുത്. ആരും പാപത്തിലോ ശാപത്തിലോ നരകത്തിലോ പോയി വീഴുവാൻ ദൈവം സമ്മതിക്കരുത്. ദൈവകൃപയിലും ദൈവബലത്തിലും ദൈവസുഖത്തിലും നിന്റെ കുഞ്ഞുങ്ങൾ വളർന്ന് കാണുവാൻ കർത്താവ് സഹായിച്ചാട്ട്. എല്ലാവർക്കും ദൈവ സമാധാനം കൊടുത്താട്ട്, ദൈവത്തിന്റെ സന്തോഷത്തെ കൊടുത്താട്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ചിരിക്കട്ടെ, ബലഹീനമായിരിക്കുന്നവരെല്ലാം ബലം പ്രാപിക്കട്ടെ, രോഗികളായിരിക്കുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, പട്ടിണി കിടക്കുന്നവർക്കെല്ലാം ആഹാരം കൊടുത്താട്ട്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്താട്ട്.
കൊടുത്താട്ട്, തലചായ്ക്കുവാൻ ഇടമില്ലാത്തവർക്ക് തലചായ്ക്കുവാൻ ഇടം കൊടുത്താട്ട്, പിരിഞ്ഞ് തകർന്നു കിടക്കുന്ന പൊളിഞ്ഞു കിടക്കുന്ന ഭവനങ്ങളെല്ലാം പുതുക്കി പണിതാട്ട്, ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ച് പിരിഞ്ഞിരിക്കായിരിക്കും, അവരെ ഒന്ന് ചേർത്താട്ട്, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെ ഒന്ന് ചേർത്താട്ട്, ദൈവസഭയിലെ പിരിഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങൾ മറുപടി സഭയ്ക്ക് ഒന്ന് ചേരട്ട്, ദൈവദാസന്മാർ ഒന്ന് ചേരട്ട്, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ ആഹ്ലാദം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചാട്ട്. ദൈവമേ സ്തോത്രം. തകർക്കുവാൻ നോക്കുന്നവൻ, നശിപ്പിക്കാൻ നോക്കുന്നവൻ, ഈ ലോകത്തിൽ ഞങ്ങളെ തകർക്കുവാൻ നോക്കുന്ന ദുഷ്ടൻ ഇല്ലാതാകാൻ പോകുന്നതിനായി സ്തോത്രം. അവനെ ഞങ്ങൾ അന്വേഷിക്കുന്നു, കാണാനില്ല. ആ രീതിയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അകത്ത് ഒരു ധൈര്യവും ബലനും ഉണ്ടാകട്ടെ. എൻ്റെ ദൈവം എനിക്ക് കൂട്ടിനുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് വേണ്ടി എല്ലാം കരുതുന്നവനാണ്, എന്നെ അവൻ മറക്കുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ കൈവിടുകയില്ല, ഞാൻ തളർന്നു പോകുകയില്ല, ഞാൻ താളടിയായി പോകത്തില്ല, ഞാൻ ഈ ലോകത്ത് ജീവിച്ച് കാണിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കും, ഞാൻ അവന് വേണ്ടി നിൽക്കും, അവന് വേണ്ടി ഓടും, അവന് വേണ്ടി അധ്വാനിക്കും. അവൻ്റെ മുന്നിൽ ഞാൻ ഈ ലോകത്തിൽ നിലച്ചു നിൽക്കുവാൻ ദൈവം എനിക്ക് സഹായിക്കും. എൻ്റെ ദൈവത്തിൻ്റെ കൃപ എനിക്ക് മതി, ദൈവത്തിൻ്റെ ആ കരം എനിക്ക് മതി, ദൈവത്തിൻ്റെ കാവലും സൂക്ഷിപ്പും ഉണ്ട്, എനിക്കത് മതി. എന്നെ നടത്തുന്നവൻ വിശ്വസ്തനാണ്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ കൈപിടിച്ചിരിക്കുന്ന വിശ്വസ്തനാണ്, എന്നെ മറക്കുകയില്ല, എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ തള്ളിക്കളയുന്നുള്ള പൂർണ്ണ വിശ്വാസം നിന്റെ മക്കൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ, വരവിന് വേണ്ടി പ്രത്യാശയോട് ഒരുങ്ങട്ടെ, ബലപ്പെടട്ടെ. തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ക്ഷീണിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ ജീവിതമില്ല, ജീവിതമില്ല, ബൈബിൾ റീഡിംഗ് ഇല്ല, ആരാധനയില്ല, അങ്ങനെ ആത്മീക കോളത്തിൽ തകർന്നു കിടക്കുന്നവർ ബലപ്പെട്ട് എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിച്ചട്ടെ. കൃപയിൽ നിൽക്കട്ടെ, അപ്പച്ചന്റെ മഹത്വം അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ, ഒരുത്തർക്കും ഒരാപത്ത് വരരുത്, തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. മഹത്വം തിരുമേനിക്ക് അടിയനെയും ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി വചനങ്ങളെ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.